Hello everyone. So let's start our session on exploring IoT with Ethernet, Node MCU, ThinkSpeak and Tinkercad. Initially, let me introduce myself. My name is Revati Prakash, third year EC student at SJCET Palai. And in this session, we mainly focus on unveiling the magic of gathering data from sensors and bringing the internet into your project. And we'll be discussing about four major topics. They are Tinkercad, Arduino IDE, ThinkSpeak, Ethernet and Node MCU. Our first topic is Tinkercad. So let's start with the main attractions of Tinkercad. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്യാനും സിമുലേറ്റ് ചെയ്യാനും ഓൾറെഡി ക്രിയേറ്റഡ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഷെയർ ചെയ്യാനും ഒക്കെ അലോ ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ് ടിങ്കർകാഡ്. എല്ലാ സ്കിൽ ലെവലുള്ള ആൾക്കാർക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇൻ്റർഫേസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പോണൻസിൻ്റെ ലൈബ്രറിയിലാണെങ്കിലും ബേസിക് കമ്പോണൻസ് ലൈക്ക് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ്, സെൻസേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ടിങ്കർകാഡിൻ്റെ ഏറ്റവും മേജർ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട് അർഡിനോ സിമുലേഷൻ. അതായത് നമ്മൾ ഡിസൈൻ ചെയ്യാനാണെങ്കിലും അർഡിനോ ബേസ്ഡ് ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഡിസൈൻ ചെയ്യാനാണെങ്കിലും ടെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ടിങ്കർകാഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റാണ്. പിന്നെ ബേസിക് ജോമെട്രിക് ഷേപ്സും ഷേപ്പ് ജനറേറ്ററും ഒക്കെ യൂസ് ചെയ്ത് 3D മോഡലിംഗ് നമുക്ക് ടിങ്കർകാഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടിങ്കർകാഡ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ നേരം നിങ്ങൾക്ക് ഒരു ലോഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് അവിടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ട് മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. പിന്നെ സൈഡിൽ ഡിസൈൻ ബാർ, ട്യൂട്ടോറിയൽ, ചലഞ്ചസ്, പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഇതെല്ലാം കാണിക്കുന്നുണ്ടാവും. പിന്നെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ 3D ഡിസൈൻ, സർക്യൂട്ട്, കോഡ് ബ്ലോക്ക് അങ്ങനെ 3 കാണും. പിന്നെ സൈഡിൽ റീസൈക്കിൾ ബിൻ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മെയിൻലി സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് സർക്യൂട്ട് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്കിങ്ങനെ ഓപ്പൺ ആയി വരുമ്പോഴേ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. സൈഡിലായിട്ട് കമ്പോണൻസിൻ്റെ ലിസ്റ്റ് കാണാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ കമ്പോണൻസ് എല്ലാം നമുക്കിവിടെ സെർച്ച് ചെയ്യാനും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ഡൗൺ ആരോ അവിടെ കാണാവുന്നതാണ്. അത് വെച്ചിട്ടും നമുക്ക് കമ്പോണൻസിനെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു അർഡിനോയും അതുപോലെ തന്നെ ഒരു ബ്രെഡ് ബോർഡും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഈ സൈഡിൽ കോഡ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാവും. ആ കോഡിനകത്ത് 3 ടൈപ്പ് ഓഫ് കോഡ്സാണ് നമുക്കവിടെ ചെയ്യാൻ പറ്റും. എഡിറ്റ് മോഡ് ഉണ്ട്, ബ്ലോക്സ് പ്ലസ് ടെക്സ്റ്റ്, പിന്നെ ഒരു ടെക്സ്റ്റ്. ഇനി ഇതിനകത്ത് ഈ ടെക്സ്റ്റ് എടുക്കുമ്പോൾ ഓപ്പൺ ആയി വരുന്ന ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പാർട്ടിലാണ് നമുക്ക് കോഡിങ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബട്ടൺ അവിടെ കാണാൻ പറ്റും. നമ്മൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കോഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സ്റ്റാർട്ട് സിമുലേഷൻ കൊടുത്താൽ സീരിയൽ മോണിറ്ററിലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്സ് പ്രിൻ്റ് ആയി മീൻസ് സെൻസർ വാല്യൂ ഒക്കെ റീഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നത് സീരിയൽ മോണിറ്ററിലായിരിക്കും. പിന്നെ നമുക്ക് വയേഴ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി ഏത് പോയിന്റിലേക്കാണെന്ന് വെച്ചാൽ. പിന്നെ വയേഴ്സിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ പല ടൈപ്പ് ഓഫ് വയേഴ്സ് ചൂസ് ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുള്ള കമ്പോണൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റ് ഓപ്ഷനും, ഡിലീറ്റ് ആയി പോയത് അൺഡു ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പോണൻ്റ് എടുത്ത് അതിനെ എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു പ്രൊജക്റ്റിന് വേണ്ടതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഫ്ലിപ്പാവും നമുക്ക് കാണാൻ പറ്റും. ടെർമിനൽസ് ചേഞ്ച് ചെയ്യാനും അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ സർക്യൂട്ട് വ്യൂ കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത് സ്കീമാറ്റിക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു പേജ് ഉണ്ട്. അവിടെ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ ഒരു ഡയഗ്രാം പോലെ, അല്ലാത്ത സർക്യൂട്ട് ഡയഗ്രാം പോലെ കാണാൻ പറ്റും. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇതുപോലെ തന്നെ നമ്മളുടെ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എല്ലാം ടാബുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ടാബുലാർ കോളം അവൈലബിൾ ആണ്. അതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടിങ്കർകാഡ് യൂസ് ചെയ്ത് അർഡിനോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. ഇവിടെ ഈ ടെമ്പറേച്ചർ സെൻസർ യൂസ് ചെയ്തിട്ട് സറൗണ്ടിങ് ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ട് നമ്മളത് സീരിയൽ മോണിറ്ററിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനിവിടെ കോഡ് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോഡെല്ലാം ഈ ഒരു ബ്ലോക്കിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സീരിയൽ മോണിറ്റർ ക്ലിയർ ചെയ്യാൻ താഴെ ക്ലിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം സ്റ്റാർട്ട് സിമുലേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെഷർ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇപ്പം നോർമലി ഇതിൻ്റെ വാല്യൂ കിടക്കുന്ന 25 ഡിഗ്രി സെൽഷ്യസിലാണ്. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ സീരിയൽ മോണിറ്ററിൽ 25 ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്ത് കാണിക്കുന്നത്. ഇനി നമുക്കിത് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് കാണാം. വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ എക്സ്ട്രാ ടെമ്പറേച്ചർ കൂടിയത് കൊണ്ട് തന്നെ ഇവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അതിവിടെ സീരിയൽ മോണിറ്ററിൽ പ്രിൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ LED ഓഫ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിർച്വലി എങ്ങനെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാമെന്നും ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ്. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഹൗ ടു ഡു ഇറ്റ് പ്രാക്ടിക്കലി. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് എ പ്ലാറ്റ്ഫോം കോൾഡ് ആർഡിനോ IDE. നമ്മുടെ ആർഡിനോ മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാമിംഗ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ആർഡിനോ IDE. നമുക്കിനിയിപ്പോൾ അതിനെപ്പറ്റി കുറച്ചും കൂടെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, അത് ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, അതിലെങ്ങനെ ഒരു മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ്, കോഡുകൾ എങ്ങനെ എഴുതാം, എവിടെ എഴുതാം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻസ്റ്റലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ arduino.cc എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് വിസിറ്റ് ചെയ്യേണ്ടത്. അവിടെ ടോപ്പ് മെനുവിൽ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ടോപ്പ് മെനുവിൽ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാളർ എന്ന് വന്നിട്ടൊരു സൈഡിലായിട്ട് കാണാൻ പറ്റും. ഞാൻ ഈ PPTയിൽ അത് കാണിക്കുന്നുണ്ട്. വിൻഡോസ് ഇൻസ്റ്റാളർ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ വിൻഡോ ആയിരിക്കും വരുന്നത്. അതും സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഫയൽ കൊടുക്കുക. നൗ ഓപ്പൺ ദ ഡൗൺലോഡഡ് ഫയൽ. ഇപ്പോൾ ഒരു ടേംസ് ആൻഡ് പോളിസീസ് പോലെ ലൈസൻസ് എഗ്രിമെൻ്റ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് കൂടെ വേണ്ട കാര്യങ്ങളിലെല്ലാം അവിടെ ഇങ്ങനെ ഓപ്ഷൻസ് പോലെ കാണിക്കുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല ഏതൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എല്ലാം ചെക്ക്ഡ് ആയിട്ട് തന്നെ ഇടുക. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ ഫയൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അത് ഡെസ്റ്റിനേഷൻ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ സെറ്റപ്പ് വിസാർഡ് ക്ലോസ് ചെയ്തിട്ട് ആർഡിനോ IDE ലോഞ്ച് ചെയ്യുക. ഫസ്റ്റ് ആർഡിനോ IDE ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പോർഷനിലാണ് നമ്മൾ കോഡെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ താഴെ നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവുന്നതും ഇറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ബ്ലാക്ക് കളറിൽ കാണിക്കുന്നത്. പിന്നെ സൈഡിൽ സീരിയൽ മോണിറ്ററും സീരിയൽ പ്ലോട്ടറും ഉണ്ട്. നമ്മൾ ടിങ്കർകാഡിൽ ചെയ്ത പോലെ തന്നെ അവിടെ ഔട്ട്പുട്ട് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഫയൽസിൽ പോകുമ്പോഴത്തേക്കും ന്യൂ സ്കെച്ച് പുതിയ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും പഴയത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ അവിടെ ഒരുപാട് ബിൽറ്റ് ഇൻ എക്സാമ്പിൾസ് ഉണ്ട്. പലതരം കോഡ്സ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. പലതരം ലൈബ്രറീസിൻ്റെ ഇപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന തിങ്സ്പീക്കിൻ്റെ ആണെങ്കിലും ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അവൈലബിൾ ആണ്. പിന്നെ അതായത് നമ്മൾ എക്സ്ട്രാ വേറെ കോഡ് പുതിയത് കണ്ടുപിടിക്കേണ്ട, അതിൽ എഡിറ്റിംഗ് ചെയ്താൽ മതി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈബ്രറി ഫയൽസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവിടെ തന്നെ നമുക്ക് ബാക്കി കുറേ ഓപ്ഷൻസും കാണാൻ പറ്റും. നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ലൈബ്രറി ഇൻക്ലൂഡ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഉള്ളതാണ്. പിന്നെ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോർട്ടും ബോർഡും കാണാം. നമ്മളത് ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അത് രണ്ടും ആദ്യം സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചിലർക്ക് പോർട്ട് എന്ന് പറയുന്നത് എനേബിൾ ആവാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് എനേബിൾ ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് എനേബിൾ ആക്കിയതിന് ശേഷം വേണം നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന വൈഫൈ മൊഡ്യൂൾ ആണെങ്കിലും ആർഡിനോ ബോർഡ് ആണെങ്കിലും നോഡ് MCU എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ ആദ്യം അത് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെൽപ്പ് ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ടിക്ക് മാർക്ക് കാണിക്കുന്നിടത്താണ് നമ്മൾ കോഡ് വെരിഫൈ ചെയ്യുന്നത്. പിന്നെ ആരോ മാർക്ക് കാണിക്കുന്നിടത്താണ് കോഡ് ആർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പൈൽ ഓപ്ഷനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ആർഡിനോ IDEനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മെയിനായിട്ടുള്ള അതിൻ്റെ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഇൻ്റർഫേസുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം ആർക്കെങ്കിലും കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ എടുത്ത് സിമ്പിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ എടുത്ത് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് തിങ്സ്പീക്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് തിങ്സ്പീക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ കൂടുതൽ പഠിക്കാം. തിങ്സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ഡേറ്റ കളക്ട് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ആ കളക്ട് ചെയ്ത ഡേറ്റാനെ അനലൈസ് ചെയ്യാനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ സോഴ്സ് IoT പ്ലാറ്റ്ഫോം ആണ് തിങ്സ്പീക്ക്. ആൻഡ് ഇറ്റ് സപ്പോർട്ട് വെറൈറ്റി ഓഫ് പ്രോട്ടോകോൾസ് ഫോർ സെൻഡിങ് ഡേറ്റ ടു ദ പ്ലാറ്റ്ഫോം ഇൻക്ലൂഡിങ് HTTP ആൻഡ് MQTT. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ വിഷ്വലൈസേഷനും ഡേറ്റ അനാലിസിസുമാണ്. ഡേറ്റ അനാലിസിസിനും ഡേറ്റ വിഷ്വലൈസേഷനും ഇവിടെ അവർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് മാറ്റ്ലാബ് കോഡാണ്. മാറ്റ്ലാബിന്റെ സെയിം ഫംഗ്ഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡേറ്റ അനാലിസിസിന്റെ സമയത്ത് ബിൽറ്റ് ഇൻ മാത്ത് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത ഡേറ്റയിൽ സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ അനാലിസിസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോംപ്ലക്സ് അനാലിസിസും മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡേറ്റ അനാലിസിസിൽ. ഇനി ഡേറ്റ വിഷ്വലൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാനെ ചാർട്ട്, ഗ്രാഫ്, മാപ്പ് അങ്ങനെയൊക്കെ ആക്കി ഡിസ്പ്ലേ ചെയ്യാനും പെട്ടെന്നൊരു ഇത്ര തൊട്ട് ഇത്ര സമയത്തിനുള്ളിലുള്ള വാല്യൂസ് എടുക്കാനും അങ്ങനെ ഒരു ആ വേരിയേഷൻ കറക്റ്റ് ആയിട്ട് നമുക്കൊരു വിഷ്വലൈസ് ചെയ്തെടുക്കാനും ഒക്കെ ഡേറ്റ വിഷ്വലൈസേഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്.
പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൻസറിൽ നിന്ന് ഒരു വാല്യൂ എടുത്തിട്ട് ഒരു ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ത്രഷോൾഡ് വാല്യൂവിലും കൂടുതൽ, അതായത് നമുക്ക് വേണ്ട കണ്ടീഷൻസ് മെറ്റ് ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ ഫോണിലേക്ക്, യൂസറിന്റെ ഫോണിലേക്ക് മെയിൽ ആയിട്ടോ SMS ആയിട്ടോ ഒക്കെ ആ ഒരു അലേർട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റവും നമുക്ക് തിങ്ക് സ്പീക്ക് വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ തിങ്ക് സ്പീക്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാനൽസ് ഉണ്ട്. പ്രൈവറ്റും പബ്ലിക്കും ആണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. പ്രൈവറ്റ് ചാനലിൽ ഷെയർ ചെയ്യുന്ന ഡേറ്റ ഒബ്വിയസ്ലി നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും. പിന്നെ പബ്ലിക് ചാനൽ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന കൂട്ട് ഇൻഫർമേഷൻ ആയിരിക്കും. തിങ്ക് സ്പീക്ക് എന്ന് പറഞ്ഞ ഒരു ലാർജ് ആൻഡ് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഓഫ് യൂസേഴ്സ് ആണ്. അവർക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിന്റെ സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് അവരോടൊക്കെ സഹായം ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് ട്യൂട്ടോറിയൽസും എക്സാമ്പിൾസും അതർ റിസോഴ്സസും എല്ലാം തിങ്ക് സ്പീക്ക് വെബ്സൈറ്റിലും ഫോറത്തിലും അവൈലബിളും ആണ്. നമുക്കിനി നോക്കാം എങ്ങനെയാണ് തിങ്ക് സ്പീക്ക് വർക്ക് ചെയ്യുന്നത്, അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്പീക്ക് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ മെയിൽ ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ കാണും. അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ആക്കുക. ലോഗിൻ ആകുമ്പോഴത്തേക്കും ഓൾറെഡി മാറ്റ്ലാബ് അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അത് വെച്ച് കയറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അടുത്തത് ചാനൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ചാനൽസിൽ മൈ ചാനൽസ് ആദ്യം ചൂസ് ചെയ്യുക, എന്നിട്ട് ന്യൂ ചാനൽ എടുക്കുക. ന്യൂ ചാനൽ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാനൽസ് ഇവിടെ ഇങ്ങനെ കാണാനും പറ്റും. ന്യൂ ചാനൽ എടുക്കുക. ന്യൂ ചാനൽ എടുത്തു കഴിയുമ്പോൾ വരുന്ന വിൻഡോയിൽ നമുക്ക് ചാനലിന് നെയിം കൊടുക്കാം. ചാനലിന്റെ നെയിം ചുമ്മാ നമ്മുടെ പ്രൊജക്റ്റ് ഏതാണോ ആ പ്രൊജക്റ്റിന്റെ നെയിം ഇവിടെ നമ്മൾ കൊടുക്കുക. അതിന് എന്തെങ്കിലും കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതെല്ലാം നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഫീൽഡ് 1 തൊട്ട് 8 വരെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് 8 ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ എന്ത് വേണം, ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യണമല്ലോ. അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി അതൊക്കെ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഫീൽഡ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള പല ഓപ്ഷൻസിലും നമുക്ക് ഓരോ URLസിന്റെ കാര്യം പറയുന്നുണ്ടാവും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും URLs ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സേവ് ചാനൽ കൊടുക്കുക. സേവ് ചാനൽ കൊടുത്തു കഴിയുമ്പോൾ വരാൻ പോകുന്നത് പ്രൈവറ്റ് വ്യൂ, പബ്ലിക് വ്യൂ, ചാനൽ സെറ്റിംഗ്സ്, ഷെയറിംഗ്, API കീസ്, ഡേറ്റ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്, ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് പ്രൈവറ്റ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് മാത്രം, നമ്മുടെ ചാനലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലിൽ നമ്മൾക്ക് മാത്രം കാണാവുന്ന ഇൻഫർമേഷൻസ് ഏതാണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പബ്ലിക് വ്യൂ. പബ്ലിക് വ്യൂവിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ചാനൽ പബ്ലിക് ആണെങ്കിൽ, നമ്മൾ പബ്ലിക്കായി ഷെയർ ചെയ്തത് എന്താണോ അതായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ചാനൽ സെറ്റിംഗ്സിൽ നമുക്ക് നമ്മൾ ഓൾറെഡി ക്രിയേഷന്റെ സമയത്ത് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ, ചാനലിന്റെ പ്രോപ്പർട്ടീസ്, അതൊക്കെ എഡിറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഇവിടെ ഈ ഒരു ചാനൽ സെറ്റിംഗ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഷെയറിംഗ് ഓപ്ഷനിൽ ചാനലിനെ പ്രൈവറ്റ് ആക്കണോ അതോ പബ്ലിക് ആക്കണോ, അല്ലെ പർട്ടിക്കുലർ യൂസേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന പോലെ ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഷെയറിംഗിൽ നമുക്ക് ആ ഓപ്ഷൻസ് എല്ലാം എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ API കീസ്. നമ്മുടെ പ്രോഗ്രാമിന്റെ കേസിലേക്ക് വരുമ്പോൾ API കീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആർഡിനോ വെച്ചിട്ട് നമ്മളൊരു ആർഡിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റാനെ സെൻസ് ചെയ്തെടുത്ത ഡേറ്റാനെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ റൈറ്റ് API കീസും കൂടെ ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്താലേ ഉള്ളൂ തിങ്ക് സ്പീക്കിലെ പർട്ടിക്കുലർ ഫീൽഡ്സിലേക്ക് ടെമ്പറേച്ചർ റീഡിങ് ടെമ്പറേച്ചറിന്റെ ഫീൽഡിലേക്കും ഹ്യൂമിഡിറ്റിയുടെ ഫീൽഡിലേക്കും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, റൈറ്റ് API കീ വേണം. അതുപോലെ തന്നെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ചാനലിൽ നിന്ന് ഡേറ്റ റിട്രീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഡ് API കീസും വേണം. പിന്നെ അടുത്ത ഡേറ്റ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട്. നമ്മുടെ ചാനലിലേക്ക് ഡേറ്റ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചാനലിൽ നിന്ന് ഡേറ്റാനെ എക്സ്പോർട്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് മുകളിലത്തെ ടാസ്ക് ബാറിൽ ആപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ആപ്സിൽ മാറ്റ്ലാബ് അനാലിസിസും മാറ്റ്ലാബ് വിഷ്വലൈസേഷനും. മാറ്റ്ലാബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തെടുത്ത ഡേറ്റാനെ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് മാറ്റ്ലാബ് അനാലിസിസ്. ബേസിക് മാറ്റ്ലാബ് കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത മാറ്റ്ലാബ് വിഷ്വലൈസേഷൻ ഓൾറെഡി റീഡ് ചെയ്തെടുത്ത ഡേറ്റാനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മാറ്റ്ലാബ് അനാലിസിസ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണമായിരിക്കും കാണാം. ഓൾറെഡി ന്യൂ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണേ ന്യൂ കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരെണ്ണം കാണിച്ചു തരാം.
നമ്മളുടെ മാറ്റ്ലാബ് കോഡ് എൻ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ മാറ്റ്ലാബ് കോഡിന് നമ്മളൊരു നെയിം കൊടുക്കും. കാരണം ഇനി ഫർദർ സ്റ്റെപ്സിലെല്ലാം നമ്മൾ ഈ പേര് വെച്ചിട്ടായിരിക്കും ഈ മാറ്റ്ലാബ് കോഡിനെ ആക്സസ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് നമ്മളിവിടെ ഈ പേര് കൊടുക്കുന്നത്. എന്നിട്ട് കോഡിന് ഇഷ്യൂ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സേവ് ആൻഡ് റൺ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ആവും. ഇനിയിപ്പം എന്തെങ്കിലും ഇറേഴ്സ് ഉണ്ടെങ്കിൽ അതും ഇവിടെ തന്നെ ഡിസ്പ്ലേ ആവും. ഇറർ കറക്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. ഇനി പിന്നെ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈം കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ടൈം കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഇന്റർവെല്ലിൽ നമ്മളുടെ കോഡ് റൺ ചെയ്യണം, ഒരു സ്പെസിഫിക് ഇന്റർവെല്ലിൽ നമ്മളുടെ കോഡിന്റെ ആക്ഷനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ റിക്കറിങ്ങിൽ പോയിട്ട്, റിക്കറൻസ് മീൻസ് ഇപ്പൊ ഇവിടെ എവറി 30 മിനിറ്റിൽ കോഡ് പിന്നെ റൺ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സ്റ്റാർട്ട് ടൈമും അതുപോലെ ഫസ്റ്റ് ടൈം, അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ ഏത് കോഡാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ കൊടുക്കാം. എന്നിട്ട് സേവ് ടൈം കൺട്രോൾ കൊടുത്താൽ മതി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ആപ്സിൽ തന്നെ മാറ്റ്ലാബ് വിഷ്വലൈസേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെയും നമുക്ക് ന്യൂ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കാണിക്കാനാണെങ്കിൽ മാറ്റ്ലാബ് കോഡ് ഡേറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടുള്ള മാറ്റ്ലാബ് കോഡ് ഇവിടെ കൊടുക്കാം. അതിനും ഒരു നെയിം കൊടുക്കാം. എന്നിട്ട് സേവ് ആൻഡ് റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഓൾറെഡി കളക്റ്റഡ് ഡേറ്റ എവിടെ വരും, ഡിസ്പ്ലേ ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ഒരു ടൈം ഇന്റർവെൽ, എല്ലാ 10 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ നമ്മുടെ കോഡ് റൺ ആവും. ആ 10 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം ഇവിടെ വിഷ്വലൈസ് ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിവിടെ ഈ മാറ്റ്ലാബ് വിഷ്വലൈസേഷൻ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂ വെച്ചിട്ട് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മളിപ്പം എങ്ങനെയാണ് തിങ്സ്പീക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ചു. പിന്നെ മാറ്റ്ലാബ് അനാലിസിസും മാറ്റ്ലാബ് വിഷ്വലൈസേഷനെ പറ്റിയും നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഒരു 5 ഫീച്ചേഴ്സ്, പർപ്പസ്, കേപ്പബിലിറ്റീസ്, കോഡ്, ഡേറ്റ ടൈപ്പ്, ബെസ്റ്റ് ഫോർ, അങ്ങനെ ഒരു 5 ഫീച്ചേഴ്സിനെ വെച്ച് മാറ്റ്ലാബ് അനാലിസിസിനെയും മാറ്റ്ലാബ് വിഷ്വലൈസേഷനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ടേബിൾ. നിങ്ങൾക്ക് അത് ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന ഹൗ ടു കണക്ട് ആർഡിനോ ടു തിങ്സ്പീക്ക്. ആർഡിനോനെയും തിങ്സ്പീക്കിനെയും കണക്ട് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷന്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള 2 മൊഡ്യൂൾസ് ആണ് എതർനെറ്റ് ഷീൽഡും അതുപോലെ തന്നെ നോഡ് എംസിയും. നമ്മൾ അതിനെ പറ്റിയിട്ടായിരിക്കും ഇനി കൂടുതലായിട്ട് മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രൊജക്റ്റുകളിൽ മിക്കവാറും നമുക്ക് ഇന്റർനെറ്റിന്റെ കണക്ഷൻ ആവശ്യമായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മൊഡ്യൂൾസ് ആണ് എതർനെറ്റ് ഷീൽഡും രണ്ടാമത്തത് നോഡ് എംസിയും. ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്ന എതർനെറ്റ് ഷീൽഡിന്റെ മോഡൽ HR 911005A ആണ്. അതിന്റെ മാനുഫാക്ചർ ഹാൻഡ്രൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. പിന്നെ ഒഫീഷ്യൽ ആർഡിനോ എതർനെറ്റ് ഷീൽഡ് വേർഷൻ 1 യൂസ് ചെയ്തിരിക്കുന്ന സെയിം ചിപ്പായിട്ടുള്ള W5100 എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ ചിപ്പും നമ്മളുടെ ഈ എതർനെറ്റ് ഷീൽഡിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിലൊരു ഓൺബോർഡ് SD സ്ലോട്ട് ഉണ്ട്, നമുക്ക് എക്സ്ട്രാ മെമ്മറിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പവർ അപ്പ് പിൻ ഉണ്ട്, റീസെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ പവർ അപ്പ് പിൻ. പിന്നെ ആർഡിനോ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ ചിപ്പ് ആൻഡ് SD യൂസിങ് SPI bus, where SPI is the serial peripheral interface. And there are digital pins, and some of the important digital pins are digital pin 4, which will act as a slave select for the micro SD card, and digital pin 10, which will act as a slave select for Ethernet module, and digital pin 11 will act as a master out slave in, and digital pin 12 master in slave out, and digital pin 13 clock. Now we have an RJ45 connection, which is used to connect the Ethernet module to a router or a laptop, and there are certain LEDs which have dedicated functions. ഫസ്റ്റ് വൺ വിൽ ബി ലിങ്ക് LED, അതായത് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ആയോ റിസീവ് ആയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു LED ആണ് ലിങ്ക് LED. ഓറഞ്ച് കളറിലുള്ള ഒരു LED ആണ്, ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു 100M LED ഉണ്ട്, അത് 100 Mbps നെറ്റ്വർക്കിനെയാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ഫുൾ D LED ഉണ്ട്, അത് ഫുൾ ഡ്യൂപ്ലെക്സ് കണക്ഷനെയാണ് നമ്മൾ കാണിച്ചു തരുന്നത്. പിന്നെ RX ആൻഡ് TX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ആവുമ്പോഴും റിസീവ് ആവുമ്പോഴും ബ്ലിങ്ക് ചെയ്യുന്ന LED ആണ്. പിന്നെ ഒരു കോൾ LED ഉണ്ട്, വിഷ്വൽ blinks only when the network collisions are detected. ഇതാണ് നമ്മുടെ എതർനെറ്റ് ഷീൽഡിന്റെ ഒരു ടോട്ടൽ
ഇമേജ് എന്ന് പറയുന്നത്. ഈ പവർ പിൻ പോലെ കാണുന്ന ഈ പിന്നാണ് RJ45 സ്ലോട്ട്. ഈ RJ45 സ്ലോട്ടിൽ തന്നെ നമ്മൾ RJ45 കേബിള് 1 എൻഡ് ഇവിടെ കണക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് എൻഡ് റൂട്ടറിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കോ ആണ് കണക്ട് ചെയ്യുന്നത്. ഈ RJ45 സ്ലോട്ടിന്റെ അവിടെ 2 LED ഉണ്ടാവും. ഒരെണ്ണം ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കും, ദാറ്റ് ഇംപ്ലൈസ് ദ ഡേറ്റ ഫ്ലോ, ആൻഡ് ദ അതർ വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു LED ആയിരിക്കും. പിന്നെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് SD കാർഡിന്റെ സ്ലോട്ട്സ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ആർഡിനോ ആയിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ആർഡിനോ ആണ് നമ്മൾ താഴെ കാണുന്നത്, എത്തർനെറ്റ് ഷീൽഡാണ് മുകളിൽ കാണുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത്. നമ്മൾ പവർ കൊടുക്കുന്നത് എപ്പോഴും ആർഡിനോയിലേക്കായിരിക്കും. RJ45 കേബിൾ മാത്രമാണ് നമ്മളിവിടെ പവർ പിൻ പോലെ കാണുന്നെങ്കിലും അത് RJ45 കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പവർ കൊടുക്കുന്നത് ബേസിക്കലി ആർഡിനോയിലേക്കായിരിക്കും. ഇനി നമുക്ക് നോക്കാം എങ്ങനെ ആർഡിനോനെ ഒരു റൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ആർഡിനോനെയും എത്തർനെറ്റ് മൊഡ്യൂളിനെയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആർഡിനോയ്ക്ക് പവർ കൊടുക്കുക. RJ45 കേബിള് ഒരെണ്ട് നമ്മളുടെ ഷീൽഡിലേക്കും അതുപോലെ തന്നെ നെക്സ്റ്റ് എൻഡ് റൂട്ടറിലേക്കും കണക്ട് ചെയ്യുക. എന്നിട്ട് ആർഡിനോ ID ഓപ്പൺ ചെയ്യുക. നമ്മൾ ആർഡിനോ IDനെ പറ്റി പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു. എക്സാമ്പിൾ ആയിട്ട് ഫയലിൽ എക്സാമ്പിൾ സെഷനിൽ ഒരുപാട് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള എക്സാമ്പിൾ കോഡ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അവിടെ എത്തർനെറ്റിന് വേണ്ടിയിട്ടുള്ള കോഡും ഉണ്ടാവും. അവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് DHCP അഡ്രസ് പ്രിന്റർ എന്നുള്ള കോഡാണ്. ആ കോഡ് എടുക്കുക, എന്നിട്ട് അതിന് വേണ്ട മാറ്റങ്ങളെല്ലാം നമ്മൾ വരുത്തി കഴിഞ്ഞിട്ട് നമ്മളുടെ സിസ്റ്റത്തിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. സിസ്റ്റത്തിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് അവിടെ നമ്മളുടെ IP അഡ്രസ് അടിച്ചു കൊടുക്കുക. IP അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സിസ്റ്റം ആ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആർഡിനോ IDയുടെ സീരിയൽ മോണിറ്ററിൽ നമ്മുടെ IP അഡ്രസ് പ്രിന്റ് ആയി വരുന്ന കാണാൻ പറ്റും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് ദ ആർഡിനോ ആൻഡ് എത്തർനെറ്റ് മൊഡ്യൂൾ ആർ കണക്റ്റഡ്. ഓക്കെ, നമ്മളിപ്പം എങ്ങനെയാണ് ആർഡിനോനെ ഒരു റൂട്ടറിലേക്ക് കണക്ട് ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ ആർഡിനോനെ നമുക്കൊരു ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കാം. സെയിം ആയിട്ട് ആർഡിനോയും എത്തർനെറ്റും അതുപോലെ തന്നെ കണക്ട് ചെയ്യുക. നമ്മൾ ആ റൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് എൻഡിനെ മാറ്റി ലാപ്ടോപ്പിലേക്ക് കണക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളവിടെ കൺട്രോൾ പാനൽ, നമ്മുടെ സിസ്റ്റത്തിന്റെ കൺട്രോൾ പാനലിലേക്ക് പോവുക. സിസ്റ്റത്തിന്റെ കൺട്രോൾ പാനലിൽ നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നെറ്റ്വർക്ക് ഷെയറിംഗ് സെന്റർ ചൂസ് ചെയ്യുക. അവിടെ നെറ്റ്വർക്ക്സിന്റെ പേരുകൾ കാണാൻ പറ്റും. അവിടെ അൺഐഡന്റിഫൈഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നതായിരിക്കും നമ്മളുടെ എത്തർനെറ്റ്. ഓക്കെ, ഇനി ഒറിജിനൽ നെറ്റ്വർക്കിന്റെ അവിടെ വൈഫൈ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ വൈഫൈ സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസിൽ ഷെയറിംഗ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തതിന് ശേഷം അലോ അതർ നെറ്റ്വർക്ക് യൂസേഴ്സ് ഉണ്ടാവും. അവിടെ ഒരു എന്തായിരുന്നു ഡ്രോ ഡൗൺ പോലെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്തർനെറ്റ് സെലക്ട് ചെയ്യുക. ഇനി നമ്മളുടെ അൺഐഡന്റിഫൈഡ് നെറ്റ്വർക്ക് എന്ന് കിടക്കുന്ന എത്തർനെറ്റ് ആണല്ലോ, അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ 4 സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ IP അഡ്രസ്സ് കാണാൻ പറ്റും. ഇനി ആർഡിനോ ID ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്യുക. നേരത്തെ എടുത്ത പോലെ തന്നെ എക്സാമ്പിൾ കോഡ് അപ്ലോഡ് ചെയ്യുക. കോഡ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് IP അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. IP അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സീരിയൽ മോണിറ്റർ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ആവും. അതായത് റെഡി മീൻസ് കണക്റ്റഡ് ആയി എന്നുള്ള ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങും. ഇനി ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ആ കിട്ടിയ IP അഡ്രസ്സ് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള അനലോഗ് ഇൻപുട്ട് പിൻസിലെ വാല്യൂസ് അവിടെ ഡിസ്പ്ലേ ആവും നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു സെൻസറും കണക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് പിൻസിലെ വാല്യൂസ് എല്ലാം റാൻഡം ആയിരിക്കും. സെൻസേഴ്സ് കണക്ട് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഇത്രയും നേരം പറഞ്ഞത് എത്തർനെറ്റ് ഷീൽഡിനെ പറ്റി പറഞ്ഞു, ആർഡിനോനെ പറ്റി പറഞ്ഞു, അങ്ങനെ പല കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നോഡ് MCUനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ എത്തർനെറ്റ് ഷീൽഡിനെ നോക്കുമ്പോഴത്തേക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ എത്തർനെറ്റ് ഷീൽഡിനെ ഒരു ആർഡിനോ ആയിട്ട് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിനൊരു വയേർഡ് കണക്ഷൻ ഒരു റൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ ഒക്കെ പോയാലേ നമുക്ക് അതിന് ഇന്റർനെറ്റ് കണക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതല്ലാണ്ട് ഒരു ആർഡിനോ പോലെ തന്നെ ബിൽറ്റ് ഇൻ വൈഫൈ ഉള്ള ഒരു ബോർഡാണ് നോഡ് MCU. നോഡ് MCUന്റെ പ്രോസ് പറയുമ്പോഴത്തേക്കും അതിന് പറഞ്ഞ പോലെ തന്നെ IoT പ്രൊജക്ട്സിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു വൈഫൈ മൊഡ്യൂൾ ഉണ്ട്. അതുപോലെ തന്നെ അത് ഇറ്റ് ഹാസ് എ പവർഫുൾ പ്രൊസസർ ആൻഡ് എ ലാർജർ മെമ്മറി, ആൻഡ് ഇറ്റ് ഇസ് an open source hardware. It has open source hardware and software. And when we discuss about the cons of Node MCU, we can see that it requires soldering and low level programmings for basic tasks and more complex for beginners. അപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോർഡ് അല്ല നോഡ് MCU. അതിനകത്ത് പ്രോഗ്രാമിംഗ് ആണെങ്കിലും ഡിഫിക്കൽട്ട് ആണ്. അതുപോലെ തന്നെ സോൾഡറിങ് ആണെങ്കിലും അറിയുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ ചെയ്യാനായിട്ട്. നോഡ് MCUവിൽ ഒരു
ടാസ്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിട്ടുണ്ടാവുക. സോ ബിഗിനേഴ്സ് ആണെങ്കിൽ എപ്പോഴും ആർഡിനോയിലേക്ക് തന്നെ പോവുക. പിന്നെ ആർഡിനോയുടെ പ്രോസ് പറയുമ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി വിത്ത് സിമ്പിൾ വയറിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ്, വേരിഡ് ബോർഡ്സ് വിത്ത് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആൻഡ് കേപ്പബിലിറ്റീസ്, സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ഫോർ AC സെൻസർ ഇന്റഗ്രേഷൻ. ഇനി ഇതിന്റെ കോൺസ് പറയുകയാണെങ്കിൽ മോസ്റ്റ് ബോർഡ്സ് ലാക്ക് ബിൽറ്റ് ഇൻ വൈഫൈ, പിന്നെ ലെസ് പവർഫുൾ കമ്പയർഡ് ടു നോഡ് MCU, ആൻഡ് വേരിയേഷൻ അക്രോസ് വെൻഡേഴ്സ് ക്യാൻ ബി കൺഫ്യൂസിങ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആർഡിനോ ബോർഡ്സ് അവൈലബിൾ ആണ്. സോ നമ്മുടെ പ്രൊജക്റ്റിന്റെ പർപ്പസ് ആദ്യം മനസ്സിലാക്കിയിട്ട് ഏതാണോ നമുക്ക് അവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുക എന്ന് ഫൈൻഡ് ചെയ്തതിന് ശേഷം മാത്രം ആർഡിനോ ബോർഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഓവറോൾ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നോഡ് MCU ആണ് ഇപ്പം കുറച്ചും കൂടെ ടെക്നിക്കലി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും കുറച്ചുകൂടെ ടെക്നിക്കൽ സെറ്റപ്പുമായിട്ട് കുറേ കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ വൈഫൈ കണക്ടിവിറ്റി വേണ്ട, ഹയർ പ്രോസസ്സിംഗ് പവർ വേണ്ട ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ നോഡ് MCU. അതർവൈസ് ഇങ്ങനെ ഒരു ബിഗർ ആൻഡ് ഫ്രണ്ട്ലി പ്രൊജക്റ്റ് ആണ്, അതിന് പ്രത്യേകിച്ച് വൈഫൈ റിക്വയർമെന്റ്സ് ഒന്നും ഇല്ല, അതുപോലെ തന്നെ സിമ്പിൾ പ്രോഗ്രാമിംഗ് മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചൂസ് ഫോർ ആർഡിനോ. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുന്ന നോഡ് MCU മോഡൽ ഈ അമീക്ക മോഡൽ നോഡ് MCU ആണ്. നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്ന് കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നോട്ട് ഡയഗ്രം ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോഡ് MCUൻ്റെ ഡേറ്റ ഷീറ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ പറ്റി പറയുമ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 32-bit ESP8266 മൈക്രോ കൺട്രോളർ ആണ്. അമിക്ക നോഡ് MCU മെഷേഴ്സ് 49/26 millimeter with a standard pin space of 0.1 between pins and 0.9 between the rows. പിന്നെ അതിൻ്റെ ക്ലോക്ക് സ്പീഡ് 80 മെഗാഹെർട്സ് ആണ്. ഒരു മൈക്രോ USB കണക്ടർ ഉണ്ട്. നമ്മുടെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് റേഞ്ച് 3.3 വോൾട്ട് ആണ്. ഒരു 64 KB SRAM-ഉം 4 MB ഫ്ലാഷ് മെമ്മറിയും അവൈലബിൾ ആണ്. പിന്നെ 11 ഡിജിറ്റൽ IO പിൻസും ഒരു അനലോഗ് ഇൻ പിന്നും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് ADC റേഞ്ച് എന്ന് പറഞ്ഞാൽ 0 to 3.3 വോൾട്ട് ആണ്. നോഡ് MCUൻ്റെ പിൻ ഫംഗ്ഷൻസിനെ പറ്റി കൂടുതൽ നോക്കുമ്പോൾ പവർ പിൻ ആയിട്ട് മൂന്നെണ്ണമാണ് അവിടെ മൂന്ന് ടൈപ്പ് ഓഫ് പിൻസ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. VIN, 3.3 വോൾട്ട് ആൻഡ് ഗ്രൗണ്ട്. VIN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ 5 വോൾട്ട് ആണ് കൊടുക്കുന്നത്, പവർ ഇൻപുട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. 3.3 വോൾട്ട് ഇസ് regulated power output for external components, and there is a ground pin. Then for communication purpose there are 5 type of pins, a 12C pin to connect 12C sensors and peripherals, and 17 GPIO pins for various functions, and 2 UART interfaces for asynchronous communication, 2 SPI interfaces for high speed communication, and a secure digital input output for SD cards. കൺട്രോളിന് 3 ടൈപ്പ് ഓഫ് കൺട്രോൾ പിൻസ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ചിപ്പ് എനേബിളിന് വേണ്ടിയിട്ട് ഒരു EN പിന്ന്, പിന്നെ ESP8266 ചിപ്പിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു RST പിൻ, ദെൻ ഡീപ് സ്ലീപ്പിൽ നിന്ന് ചിപ്പിനെ വേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേക്ക് പിൻ, പിന്നെ അതർ പിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-bit അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്, പിന്നെ 4 ചാനൽസ് ഫോർ പൾസ് വിത്ത് മോഡുലേഷനും നമ്മളുടെ ഈ നോഡ് MCU ബോർഡിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. So in this session we learned about Tinkercad, Arduino IDE, ThinkSpeak, Node MCU, and Ethernet. I hope you all gained a small and basic understanding of all these topics. So if you have any doubts, feel free to contact me. So let's end our session. Thank you all.